ആലപ്പുഴ പൊള്ളേത്തൈ ഹോളി ഫാമിലി ചർച്ച് സന്ദർശിച്ചപ്പോൾ പകർത്തിയ മനോഹരമായ ദൃശ്യങ്ങൾ. പള്ളിയുടെ ഉള്ളിലെ ശാന്തതയും മനോഹരമായി ഒരുക്കിയിരിക്കുന്ന രൂപക്കൂട്ടുകളും പള്ളിമുറ്റത്തെ കുഞ്ഞുങ്ങളുടെ സന്തോഷവുമെല്ലാം ഈ വീഡിയോയിൽ കാണാം. പ്രധാനമായും അന്ത്യത്താഴത്തിന്റെ മനോഹരമായ ശില്പവും വിശുദ്ധ യൗസേപ്പിതാവിന്റെ രൂപവും ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. എല്ലാവർക്കും ഈ ദൃശ്യങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമസ്കാരം, ആർട്സ് ആൻഡ് പ്ലേസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴയുടെ തീരദേശ ഭംഗി തുളുമ്പുന്ന പ്രശാന്തമായ ഒരു ഇടവകയിലേക്കാണ്. പൊള്ളേത്തൈ വിശുദ്ധ തിരുക്കുടുംബ ദേവാലയം അഥവാ ഹോളി ഫാമിലി ചർച്ച്. ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള അതിപുരാതനവും ചരിത്രപ്രധാനവുമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് പൊള്ളേത്തൈ ഹോളി ഫാമിലി ചർച്ച്. 1860കളിൽ ഒരു ചെറിയ കുരിശുപള്ളിയായിട്ടാണ് ഇതിന്റെ തുടക്കം. പിന്നീട് 1877ൽ ഇതൊരു ഇടവക പള്ളിയായി ഉയർത്തപ്പെട്ടു. തിരുക്കുടുംബത്തിന്റെ ഹോളി ഫാമിലി നാമധേയത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ലൊക്കേഷൻ: ആലപ്പുഴ നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെ കടൽത്തീരത്തോട് ചേർന്നാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. തീരദേശ മേഖലയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന കേന്ദ്രമാണിത്. ഈ പള്ളിയുടെ ചരിത്രം തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. 1877 സെപ്റ്റംബർ മാസത്തിലാണ് പൊള്ളേത്തൈ പള്ളിയെ ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് ഇത് ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ചെറിയൊരു കപ്പേളയായിരുന്നു. തീരദേശ സാംസ്കാരിക കേന്ദ്രം: ആലപ്പുഴയിലെ തീരദേശ വിശ്വാസികളുടെയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രമാണിത്. പാരമ്പര്യവും വിശ്വാസവും ഒരുപോലെ ഇഴചേർന്ന് കിടക്കുന്ന ഹോളി ഫാമിലി പേരുപോലെ തന്നെ ഉണ്ണിയേശുവും മാതാവും യൗസേപ്പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിന്റെ സംരക്ഷണയിലാണ് ഈ ദേവാലയം സമർപ്പിച്ചിരിക്കുന്നത്. യാത്രയോടുള്ള ഞങ്ങളുടെ ഈ ആവേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു ചെറിയ കണക്ക് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. വെറുമൊരു ക്ലിക്ക് മാത്രമാണ് നിങ്ങൾക്കത്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത യാത്രയ്ക്കുള്ള വലിയൊരു പ്രചോദനമാണത്. ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിന്റെ ഭാഗമാകാൻ ആർട്സ് ആൻഡ് പ്ലേസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് മതി ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ. മറക്കരുത്. ഏകദേശം 150ഓളം വർഷത്തെ വിശ്വാസ പാരമ്പര്യമുള്ള ഈ ദേവാലയം 1877ലാണ് ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ടത്. ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഈ പള്ളി തീരദേശ ജനതയുടെ ആത്മീയ കേന്ദ്രം കൂടിയാണ്. തിരുക്കുടുംബത്തിന്റെ നാമധേയത്തിൽ സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയത്തിന്റെ ഓരോ കോണിലും പ്രാർത്ഥനയുടെയും ശാന്തതയുടെയും ഒരു വലിയ അനുഭവമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പള്ളിമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ ശില്പങ്ങളാണ്. കർത്താവിന്റെ അന്ത്യത്താഴത്തിന്റെ തന്മയത്വമുള്ള ഈ രൂപക്കൂട് ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് നിറയ്ക്കും. അതോടൊപ്പം തന്നെ ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും മാതാവിന്റെയും രൂപങ്ങൾ ഭക്തിയുടെ പുതിയൊരു തലം നമുക്ക് നൽകുന്നു. തീരത്തെ കാറ്റിൽ നിൻ സ്വരം കേട്ടു ഞാൻ. തിരുനാൾ ആഘോഷങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നടുവിൽ പള്ളിമുറ്റത്തെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൂടിയാണ് ഓരോ ഇടവകയെയും ജീവസുറ്റതാക്കുന്നത്. ജനുവരി മാസത്തിലെ പ്രധാന തിരുനാളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ ഒത്തുചേരുന്നത്. ആലപ്പുഴയിൽ എത്തുമ്പോൾ